ഹായ് നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എല്ലാവരും ക്യൂരിയോസിറ്റിയോടെ നോക്കുന്നൊരു കാര്യമാണ്. എന്തെന്ന് പറഞ്ഞാൽ പോലീസ് കേസൊക്കെ ഉണ്ടെങ്കിൽ പാസ്പോർട്ട് കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേരിൽ FIR ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ കഴിയും. FIR മാത്രമേ ഉള്ളൂ എങ്കിലാണേ നിങ്ങളുടെ പേരിൽ FIR ഉണ്ടെങ്കിൽ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പോലീസ് വെരിഫിക്കേഷൻ വരും. സീരിയസ് ഇഷ്യൂസ് ഇല്ലെങ്കിൽ പാസ്പോർട്ട് നോർമലി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോർട്ടിൽ കേസ് പെൻഡിങ് ആണെങ്കിൽ, അതായത് ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടത്തില്ല. നിങ്ങൾ കോർട്ടിൽ നിന്നും പെർമിഷൻ എടുക്കണം. അങ്ങനെ നിങ്ങൾക്ക് ജഡ്ജി ഒരു പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോ, പക്ഷേ അതിനെന്തുണ്ടായിരിക്കും, ലിമിറ്റഡ് വാലിഡിറ്റി ആയിരിക്കും ആ പാസ്പോർട്ട് എന്ന് പറയുന്നത്. യൂഷ്വലി ഒരു 1 to 3 years ഉള്ളി. ഓക്കെ. ഇനി സീരിയസ് ആയിട്ടുള്ള ക്രിമിനൽ കേസസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, അത് കിട്ടത്തില്ല, റിജക്റ്റ് ആവും. പിന്നെ വാറൻ്റൊക്കെ ഉണ്ടെങ്കിൽ സ്ട്രിക്റ്റ് റെസ്ട്രിക്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മിക്കവർക്കും ഇപ്പോൾ പാസ്പോർട്ടൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും കൂടുതൽ. ഓൾറെഡി നിങ്ങൾക്ക് പാസ്പോർട്ടൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു, അതിന് ശേഷമാണ് നിങ്ങൾക്ക് കേസ് വന്നതെങ്കിൽ കോടതി എന്ത് ചെയ്യും, നിങ്ങളുടെ ട്രാവൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കോടതി എന്താ പറയുക, ജയിലിൽ കിടന്ന് റിമാൻഡിലാണെന്ന് വിചാരിച്ചു, അങ്ങനെ നിങ്ങൾക്ക് ജാമ്യം കിട്ടുകയാണെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ടായിരിക്കും ഇന്ത്യ വിട്ടു പോകരുതെന്ന്. അങ്ങനെ ഇപ്പോൾ കേസുള്ള ഒരാൾ പാസ്പോർട്ടിന് എങ്ങനെ അപേക്ഷിക്കും? പാസ്പോർട്ടിന് എങ്ങനെ അപേക്ഷിക്കുമെന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, കേസിൻ്റെ ഡീറ്റെയിൽസ് അവർ ഒരിക്കലും ഹൈഡ് ചെയ്യരുത്. കാരണം അത് വലിയ ഇഷ്യൂസ് ഉണ്ടാവുന്നൊരു കാരണമാണ്. കോർട്ടിൽ കേസുള്ളപ്പോൾ പാസ്പോർട്ട് എങ്ങനെ എടുക്കാമെന്ന് കരുതിയാൽ നിങ്ങൾ കേസ് നടക്കുന്ന കോർട്ടിൽ പാസ്പോർട്ട് എടുക്കാൻ ഒരു പെറ്റീഷൻ കൊടുക്കാം. എങ്കിൽ ജഡ്ജ് നിങ്ങളുടെ കേസ് നോക്കിയിട്ട് തീരുമാനിക്കും. സീരിയസ് അല്ലാത്ത കേസാണെങ്കിൽ പെർമിഷൻ നൽകാൻ ചാൻസ് വളരെ കൂടുതലാണ്. സീരിയസ് കേസാണെങ്കിൽ ഒന്നും നോക്കണ്ട, റിജക്റ്റ് ചെയ്ത് കളയും. അങ്ങനെ കോടതി ജഡ്ജി ഓർഡർ പാസ്സാക്കിയെന്ന് കരുതിക്കും, അതിനെ കോർട്ട് ഓർഡർ എന്ന് പറയും. അങ്ങനെ ആ കോർട്ട് ഓർഡറിൻ്റെ കോപ്പി എടുത്ത് പാസ്പോർട്ട് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണം. എന്തൊക്കെ ആയാലും ലിമിറ്റഡ് വാലിഡിറ്റി 1 to 3 years ഉള്ളി ആയിരിക്കും. പിന്നെ സാധാരണ പോലെ എപ്പോഴും പോലെ തന്നെ പോലീസ് വെരിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതിനെതിരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കോർട്ട് പെർമിഷൻ ഇല്ലാതെ അപ്ലൈ ചെയ്താൽ റിജക്റ്റ് ആകുന്നതാണ്. ബെയിൽ കണ്ടീഷനിൽ ഇന്ത്യയെ വിട്ടു പോകരുതെന്നുണ്ടെങ്കിൽ ഒരിക്കലും കിട്ടില്ല. ഒരു ലോയർ വഴി പെറ്റീഷൻ കൊടുക്കുന്നതായിരിക്കും എളുപ്പം. കേസ് ഡീറ്റെയിൽസ് പാസ്പോർട്ട് ഫോമിൽ ശരിയായി തന്നെ മെൻഷൻ ചെയ്തിരിക്കണം.